ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു അയലമീൻ മുളകച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു മീൻകറിയില്ലേ, ആ രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിനായിട്ടൊരു 1/2 കിലോ അയലമീനാണ് എടുത്തിരിക്കുന്നത്. ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു മൺചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോഴത്തേക്കും ഒരു പിടി ചുവന്നുള്ളിയും 12 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി കട്ട് ചെയ്യേണ്ട ആ ഒരു ഞെട്ടിൻ്റെ ഒരു ഭാഗമില്ലേ, അവിടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. തക്കാളിയുടെ പുറന്തൊണ്ടില്ലേ, അതൊന്ന് വിണ്ട് കീറിയിട്ടുണ്ട്. നല്ലതുപോലെ നമുക്ക് വഴന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് ഇതിൻ്റെ ചൂട് മാറിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. തക്കാളിയുടെയൊക്കെ ആ ഒരു ചൂട് മാറിയപ്പോഴത്തേക്കും ഞാനതൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലുണ്ടാവും കേട്ടോ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു വെളിച്ചെണ്ണ. എന്നിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഇല്ലേ, അതൊരു 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതുവരെ ഇതിൻ്റെ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. നല്ലതുപോലെ നമുക്ക് മിക്സ് ആക്കിയിട്ട് സ്റ്റൗ ഓൺ ആക്കാം. ഇതിലേക്കൊരു 3 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പില്ലേ, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. തക്കാളിയൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് കുക്കാവാനുണ്ടല്ലോ, ആ തക്കാളിയുടെ ഉള്ളിലുള്ള ആ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു വാളംപുളി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് പിഴിഞ്ഞ് വെച്ചിരുന്നതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കേണ്ട കേട്ടോ. നമുക്ക് എന്തോരം ഗ്രേവിയാണ് ആവശ്യമായിട്ടുള്ളത് ആ ഒരു രീതിയിലുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. മീൻകറിയിൽ എപ്പോഴും ഉപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവണേ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മീൻ ചേർത്ത് കൊടുക്കാൻ ഞാൻ അയലയുടെ ചെകിള ഫുള്ളായിട്ട് കളഞ്ഞിട്ടില്ല കേട്ടോ. ചെകിളയുടെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഉള്ളിലുണ്ടായിരുന്ന ഒരു പൂവും മീനിൻ്റെ ആ ഒരു കുടലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിരിക്കുന്നതാണ്. പിന്നെ ചെറുതായിട്ട് നമ്മൾ ആ ഒരു മീൻ വറക്കുമ്പോൾ ഒന്ന് വരിഞ്ഞു കൊടുക്കൂലേ, ആ രീതിയിലൊന്ന് വരിഞ്ഞും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ മീൻ തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ ആ ദശയുടെ ഉള്ളിലൊക്കെ നല്ലതുപോലെയൊക്കെ ആ ഒരു ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റിലുള്ളൊരു മീൻകറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ മുഴുവനായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് ഒന്ന് തിളയ്ക്കണത് വരെ അടച്ച് വയ്ക്കരുത് കേട്ടോ. തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ മീൻകറി തയ്യാറാക്കി വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻകറിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തിട്ട് ആ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വന്നിരിക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ഈ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.